ആവറേജ് അല്ലെങ്കിൽ ശരാശരി. PSCയുടെ ഒരു സ്ഥിരം ടോപ്പിക്കാണ് ആവറേജ്. നമുക്ക് നോക്കാം. ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ എന്നുള്ളത് നമ്മൾ സ്കൂൾ കാലത്തിലേക്ക് കേട്ട് ശീലിച്ച ഒരു ഫോമുലയാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം. എന്താണ് ആവറേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്കറിയാമോ? ഇപ്പം നമ്മളൊരു സിനിമയ്ക്ക് പോയി, നമ്മുടെ ആ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരാൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫിലിം എന്ന് ചോദിച്ചു. അപ്പം നമ്മളെന്ത് പറയും? ഒരു ആവറേജ് പടം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? കൊള്ളാമെന്നാണോ? നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞില്ലല്ലോ. കൊള്ളത്തില്ല എന്നാണോ? നമ്മൾ കൊള്ളില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ രണ്ടിൻ്റെ നടുക്കാണ്. കൊള്ളാമെന്നുമല്ല കൊള്ളത്തില്ല എന്നുമല്ല, നടുക്ക് നിൽക്കുന്ന അതാണ് ആവറേജ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ആവറേജ് ഓഫ് 1, 2, 3, 4 and 5 നമ്മൾ സ്കൂളിൽ പഠിച്ചതാണെങ്കിൽ ആവറേജ് കാണാൻ സം ബൈ നമ്പർ എത്ര ഉണ്ട്? 1, 2, 3, 4, 5. 6 + 4 10 + 5 15/5 എത്രയാ? 3 ആണ് ആവറേജ്. ഈ 3 തന്നെയാണല്ലേ ഈ മിഡിൽ ടൈമിൽ കിടക്കുന്ന 3യും. അപ്പോൾ നടുക്ക് കിടക്കുന്ന സംഖ്യ തന്നെയാണ് ആവറേജ്, അതായത് മിഡിൽ. അതാണ് ആവറേജ്. ഇനി ആവറേജ് കാണാൻ ഞാൻ വേറെ ഒരു മെത്തേഡും കൂടെ പറയാം. അത് കൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ മെത്തേഡാണ്. കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി വരുന്ന നമ്പേഴ്സ്. ഇവിടെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞത് തുടർച്ചയായ നമ്പേഴ്സ് ആണല്ലോ. അതായത് ഒന്ന് വീതം ഇടയിട്ട് വരുന്ന നമ്പേഴ്സ്, ഒന്ന് വീതം ആഡ് ചെയ്ത് വരുന്ന നമ്പേഴ്സാണ്. അപ്പോൾ തുടർച്ചയായുള്ള നമ്പേഴ്സാണ്. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ആവറേജ് കാണാൻ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2. ഇവിടെ ഫസ്റ്റ് നമ്പർ 1 ആണ്, ലാസ്റ്റ് നമ്പർ 5 ആണ്. 1 + 5/2 6/2 3. അത് തന്നെയല്ലേ നമുക്ക് ആവറേജ് ആയിട്ട് കിട്ടിയത്. 10, 15, 25, 30 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര? 10, 15, 25, 30 എന്നീ സംഖ്യകളുടെ ശരാശരി. എന്താ ചെയ്യുക? നമ്പേഴ്സ് ആഡ് ചെയ്യുക. 10, 15, 25, 30 സം ബൈ നമ്പർ. 10, 15, 25, 25, 50, 30, 80 80/4 = 20 ആണ് ആവറേജ്. ഇത് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ്. ഇനി നമ്മളെങ്ങനെയാണ് ആവറേജ് കാണാനുള്ള എളുപ്പ വഴി എന്താണ് പറഞ്ഞത്? ഇതെല്ലാം കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണല്ലോ, 5 ഇടവിട്ടുള്ള നമ്പേഴ്സ് അല്ലേ കിട്ടിയിരിക്കുന്നതെല്ലാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ 10 ആണ്, ലാസ്റ്റ് നമ്പർ 30 ആണ് ബൈ 2 40/2 20. ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മിഡിലുള്ളതാണ് ആവറേജ് എന്ന്. ഈ തന്നിരിക്കുന്നതിൽ മിഡിൽ നമ്പർ എങ്ങനെയാണ് കാണുന്നത്? 15നും 25നും ഇടയ്ക്കുള്ള നമ്പർ 15 + 25/2 15 + 25 40/2 20. നമ്മൾ നേരത്തെ 1, 2, 3, 4, 5 എന്ന് പറയുമ്പോൾ നടുക്കെടുക്കാൻ എളുപ്പമായിരുന്നു. അപ്പുറം ഇപ്പുറവും രണ്ടെണ്ണം കളഞ്ഞാൽ നടുക്കത്ത് കിട്ടാൻ എളുപ്പമായിരുന്നു. ഇവിടെ പക്ഷെ അങ്ങനെ മിഡിൽ ഒറ്റയായിട്ട് എടുക്കാനില്ല. അപ്പോൾ നടുക്കത്ത് രണ്ടും കൂടി എടുത്തിട്ട് ആ സം ബൈ 2 ചെയ്തു. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ആവറേജ് ഓഫ് ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ. 1, 3, 5, 7, 9, 11, 13 അതാണ് ഓഡ് നമ്പേഴ്സ്. നമ്മൾ ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാം നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്ത് അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് അങ്ങനെ ചെയ്തപ്പോൾ സം ബൈ നമ്പർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 5 ആണ്. ഇനി മിഡിൽ ടേം എടുത്താലും 5 തന്നെയാണ്. ഇത് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണല്ലോ. 1, 2 കൂട്ടി 3ൻ്റെ കൂടെ 2 കൂട്ടി 5, 5ൻ്റെ കൂടെ 2 കൂട്ടി 7, 7ൻ്റെ കൂടെ 2 കൂട്ടി 9. അപ്പോൾ അത് കൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്, തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് കാണാൻ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2 10/2 5. അപ്പോൾ എങ്ങനെ ചെയ്താലും 5 ആണ് ആവറേജ്. ഇനി ഒരു ഓർത്തിരിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ ആണെങ്കിലും അപ്പോൾ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ആവറേജ് ചോദിച്ചാൽ 5 തന്നെയാണ് ആൻസർ. എത്ര എണ്ണമാണോ ചോദിക്കുന്നത് അത് തന്നെയാണ് ആവറേജും. ആദ്യത്തെ
10 ഒറ്റ സംഖ്യകളുടെ ആവറേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആവറേജ് 10 ആണ്. പക്ഷേ ഓർക്കുക, ആദ്യത്തെ എന്നാണെങ്കിൽ ആദ്യത്തെ 5 എണ്ണം ആണെങ്കിൽ 5, ആദ്യത്തെ 10 എണ്ണം ആണെങ്കിൽ 10, ആദ്യത്തെ 100 എണ്ണത്തിൻ്റെ ആണെങ്കിൽ 100. അപ്പം ആദ്യത്തെ അല്ലെങ്കിൽ എത്ര എണ്ണത്തിൻ്റെ ആയാലും ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? n തന്നെയാണ്. ആവറേജ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു n. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 50 തന്നെയാണ്. ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 100 തന്നെയാണ്. അതിപ്പോൾ എത്ര ചോദിച്ചാലും അത് തന്നെയാണ് ആദ്യത്തെ എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് എന്നുണ്ടെങ്കിൽ മാത്രമേ അത് റിപ്പീറ്റ് ചെയ്ത് വരുള്ളൂ. ആദ്യത്തെ 50 എണ്ണമാണെങ്കിൽ 50 തന്നെയാണ് ആവറേജ്. ഫൈൻഡ് ഔട്ട് ദ ആവറേജ് ഓഫ് 1, 3, 5, 7, 9, 11, 13, 15 and 17. ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടേ സം ബൈ നമ്പർ ചെയ്യാൻ നിൽക്കരുത്. തന്നിരിക്കുന്ന എല്ലാം ഓഡ് നമ്പേഴ്സാണ്. ഓഡ് നമ്പേഴ്സിൻ്റെ ഇത് അത് 1 മുതൽ 17 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണോ അത് തന്നെയാണ് ആവറേജും. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 നമ്പേഴ്സാണ്. അപ്പോൾ ആവറേജും 9 ആണ്. ഇനി ഇതല്ല, മിഡിൽ ടേം വെച്ച് നോക്കാനാണെങ്കിലും 9 ആണ് ആവറേജ്. ഈ സൈഡിൽ 4 എണ്ണം, ഇപ്പുറത്തോട്ട് 4 എണ്ണം. ഇനി അതല്ല, കൺസിക്യൂട്ടീവ് മെത്തേഡ് യൂസ് ചെയ്യാനാണെങ്കിലും ഇത് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണല്ലോ, തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2, 18/2, 9 ആണ് ആവറേജ്. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഓൾ ദ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 45. 1 മുതൽ 45 വരെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെയും ആവറേജ് എത്ര എന്നാണ് ചോദ്യം. 1 മുതൽ 45 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. തൊട്ട് താഴെ കിടക്കുന്ന ക്വസ്റ്റ്യൻ നോക്കും. ആവറേജ് ഓഫ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചു. നമുക്കറിയാം 10 തന്നെയാണെന്ന്. പക്ഷേ ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. 1 നും 45 ഇടയ്ക്ക് എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് ലാസ്റ്റ് ഓഡ് നമ്പർ എത്രയാണോ പ്ലസ് 1/2. ലാസ്റ്റ് ഓഡ് നമ്പർ 45 തന്നെയാണ്. പ്ലസ് 1/2, 46/2, 23 ആണ് ആവറേജ്. ഇനി നമുക്കറിയാം കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴിയും ഇത് ചെയ്യാം. ഇത് തുടർച്ചയായുള്ള നമ്പേഴ്സ് ആണല്ലോ. ഓഡ് നമ്പേഴ്സ് 1 മുതൽ 45 വരെയുള്ള തുടർച്ചയായ ഓഡ് നമ്പേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഡ് നമ്പർ എത്രയാണ്? 1 ആണ്. ലാസ്റ്റ് ഓഡ് നമ്പർ എത്രയാണ്? 45 ആണ്. ബൈ 2, 46/2, 23. ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ആവറേജ് ഓഫ് ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് ഓഡ് നമ്പേഴ്സാണ്. ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സാണ് ചോദിക്കുന്നതെങ്കിൽ 5 തന്നെയാണ് ആൻസർ എന്ന് പറഞ്ഞു. ഇവിടെ ചോദ്യം ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സാണ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10. അപ്പോൾ ഇത് നമ്മൾ സം ബൈ നമ്പർ യൂസ് ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. അല്ല മിഡിൽ ടേം വെച്ചിട്ട് ചെയ്യാനാണെങ്കിലും എത്രയാണ്? 6 ആണ്. മിഡിൽ ടേം 6 ആണ്. ഇനി അടുത്ത കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വഴിയും നമുക്ക് ചെയ്യാം. കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴി ചെയ്യാനാണെങ്കിലും 2 ഇടവിട്ടുള്ള തുടർച്ചയായുള്ള നമ്പേഴ്സ് ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ 2, ലാസ്റ്റ് നമ്പർ 10/2, 12/2, 6 ആണ് ആൻസർ. എല്ലാം 6 കിട്ടി. ഇനി നമുക്കൊരു കാര്യം കൂടെ പറയാം. n+1 ആണ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ്. ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ആവറേജ് എന്നാണ് ചോദ്യം. അപ്പോൾ 5 + 1 6 ആണ് ആവറേജ്. ഓഡ് നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ n ആണ്. ഈവൻ നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ n+1 ആണ് ആവറേജ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ആവറേജ് എത്രയാണ്? ആദ്യത്തെ 50 എണ്ണത്തിൻ്റെ ആകുമ്പോൾ 50 + 1 51 ആണ് ആവറേജ്. ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ആവറേജ് എത്രയാണ്? 100 + 1 101 ആണ് ആവറേജ്. n+1. ഫൈൻഡ് ഔട്ട് ദ ആവറേജ് ഓഫ് 2, 4, 6, 8, 10, 12 and 14. കണ്ടുടനെ സം ബൈ നമ്പർ ചെയ്യേണ്ട. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ n+1 ആണ്. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 നമ്പേഴ്സാണ്. 7 + 1 8 ആണ് ആവറേജ്. അല്ലെങ്കിൽ നമുക്ക് മിഡിൽ ടേം നോക്കാം. ഇങ്ങോട്ട് 3, അങ്ങോട്ട് 3, മിഡിൽ ടേം 8 ആണ്. ഇനി കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴിയും ചെയ്യാം. കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴിയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ 2 ആണ്, ലാസ്റ്റ് നമ്പർ
14 ആണ് ബൈ 2. 16/2 8 ആണ് ആൻസർ. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഓൾ ദി ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 45. 1 മുതൽ 45 വരെയുള്ള എല്ലാ ഈവൻ നമ്പേഴ്സിൻ്റെയും ആവറേജ് എന്നാണ് ചോദ്യം. 1 നും 45 ഇടയ്ക്ക് എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഫോർമുല ഉപയോഗിച്ച് ചെയ്യാനാണെങ്കിൽ ലാസ്റ്റ് ഈവൻ നമ്പർ പ്ലസ് 2/2. 45 വരെയുള്ള ലാസ്റ്റ് ഈവൻ നമ്പർ എത്രയാണ്? 44 ആണ്. പ്ലസ് 2/2. 46/2 23 ആണ് ആവറേജ്. ഇനി നമുക്ക് കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴിയും ചെയ്യാം. കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴി ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് ഈവൻ നമ്പർ 1 കഴിഞ്ഞുള്ള ആദ്യത്തെ ഈവൻ നമ്പർ എത്രയാണ്? 2 ആണ്. പ്ലസ് ലാസ്റ്റ് ഈവൻ നമ്പർ എത്രയാണ്? 44 ആണ്. ബൈ 2. 46/2 23. കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴി ഓൾമോസ്റ്റ് ഓൾ ആവറേജ് ക്വസ്റ്റ്യൻസും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴി സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ആവറേജ് ഓഫ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5. സം ബൈ നമ്പർ യൂസ് ചെയ്ത് ചെയ്യാനാണെങ്കിൽ എത്രയാണ്? 5 + 5 + 5 15/5. 3 ആണ് ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ്. ഇത് കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴി ചെയ്യാനാണെങ്കിൽ എത്രയാണ്? 1 + 5/2 6/2 3. ഇനി ഇത് കാണാനുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെയാണ്. ഫസ്റ്റ് 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇക്വേഷൻ n + 1/2 ആണ്. ഇവിടെ 5 എണ്ണം എന്നാണ് ചോദ്യം. അപ്പോൾ 5 + 1/2 6/2 3 ആണ് ആൻസർ. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയെന്നാണ് ചോദ്യം. ഇക്വേഷൻ എന്താണ്? n + 1/2 50 + 1/2 51/2 25.5 ആണ് ആവറേജ്. അടുത്ത ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്. 100 + 1/2 101/2 എത്രയാണ്? 50.5 ആണ് ആവറേജ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ n + 1/2 ആണ്. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 അതാണ് ഹോൾ നമ്പേഴ്സ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഫസ്റ്റ് 10 ആണ്. അപ്പോൾ 0 സ്റ്റാർട്ടിങ് ആകുമ്പോൾ 9 വരെ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 2, 3, 4, 5, 6 അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ 0, 1, 2, 3. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സിൻ്റെ ആണ്. ആവറേജ് സം ബൈ നമ്പർ ഇതെല്ലാം ആഡ് ചെയ്ത് ബൈ 10. ഇങ്ങനെ ചെയ്യേണ്ട. നമുക്ക് ഫോർമുലയുണ്ട് n - 1/2. ഇവിടെ n പറഞ്ഞിരിക്കുന്നത് 10 ഹോൾ നമ്പേഴ്സാണ്. അപ്പോൾ 10 - 1/2 9/2 ആണ്. എത്രയാണ്? 4.5. നാച്ചുറൽ നമ്പേഴ്സിൻ്റെത് n + 1/2. ഹോൾ നമ്പേഴ്സിൻ്റെത് n - 1/2. ഇത് നമുക്ക് കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴിയും ചെയ്യാം. കൺസിക്യൂട്ടീവ് മെത്തേഡ് ആകുമ്പോൾ ഫസ്റ്റ് നമ്പർ 0 ലാസ്റ്റ് നമ്പർ 9/2 9/2 4.5. What will be the average of first 9 multiples of 5? 5ൻ്റെ ആദ്യത്തെ 9 ഗുണിതങ്ങളുടെ ആവറേജ് എത്ര? 5ൻ്റെ ആദ്യത്തെ 9 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇക്വേഷൻ ഉണ്ട്. അതിതാണ് നമ്പർ ഇൻറ്റു n + 1/2. നമ്പർ എന്ന് പറഞ്ഞാൽ എത്രൻ്റെ മൾട്ടിപ്പിൾ എന്നാണ്. അത് 5 ഇൻറ്റു n 9 + 1/2 5 ഇൻറ്റു 10/2 25. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴിയും ചെയ്യാമല്ലോ. 5ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ അത് തുടർച്ചയായ നമ്പേഴ്സ് ആയിരിക്കുമല്ലോ. 5, 10, 15 അങ്ങനെ ഇടവിട്ടുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ 5ൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏതായിരിക്കും? 5 ആയിരിക്കും. പിന്നെ 9 ഉണ്ടാവും. അപ്പോൾ അത് 9ാമത്തെ മൾട്ടിപ്പിൾ എത്രയാണ്? 9 ഇൻറ്റു 5 45 9ാമത്തെ മൾട്ടിപ്പിൾ. ഇപ്പോൾ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2 50/2
25 ആണ് ആൻസർ. വാട്ട് വിൽ ബി ദ ആവറേജ് ഓഫ് 1, 2, 3 to 53? 1 മുതൽ 53 വരെയുള്ള നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ് എന്നാണ് ചോദ്യം. നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് 1 മുതൽ 53 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, n+1/2. 53 വരെ, അപ്പോൾ 53 ആണ് n + 1/2, 54/2 ആണ് 27. ഇനി അതല്ല കൺസിക്യൂട്ടീവ് മെത്തേഡ് വഴി ചെയ്യാം. കൺസിക്യൂട്ടീവ് മെത്തേഡ് തുടർച്ചയായ നമ്പേഴ്സ് ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ 1, ലാസ്റ്റ് നമ്പർ 53/2, 54/2, 27. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ആവറേജ് ഓഫ് 4, 7, 10, 13 to 28 and 31. 4 മുതൽ 31 വരെയുള്ള നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആവറേജ്, ഇതിവിടെ നമുക്ക് 3 വിധം ഗ്യാപ്പുള്ള കൺസിക്യൂട്ടീവ് നമ്പേഴ്സാണല്ലോ തന്നിരിക്കുന്നത്, തുടർച്ചയായ നമ്പേഴ്സാണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2 എത്രയാ, 36/2, 18 ആണ് ആവറേജ്. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 9 പ്രൈം നമ്പേഴ്സ്. ആദ്യത്തെ 9 അവിഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവിഭാജ്യ സംഖ്യ, അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ലാതെ വേറെ ഒന്നിൻ്റെയും മൾട്ടിപ്പിളായിട്ട് വരത്തില്ല, ഒന്നിൻ്റെ മാത്രം ഗുണനഫലമായിട്ടേ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2, 1 × 2 മാത്രമേ നമുക്ക് 2 കിട്ടുള്ളൂ. 3, 1 × 3 മാത്രമേ 3 ഉള്ളൂ. പക്ഷേ 4 നോക്കിക്കേ, 2 × 2 4 ഉണ്ട്, 1 × 4 4 ഉണ്ട്. അപ്പോൾ ഒരു 4 പ്രൈം നമ്പർ അല്ല. അടുത്ത 5, 1 × 5 മാത്രമേ 5 ഉള്ളൂ, 5 ഒരു പ്രൈം നമ്പറാണ്. അടുത്ത 6, 6നെ നമുക്ക് 1 × 6 ഉണ്ട്, 3 × 2 ഉണ്ട്, 2 × 3 ഉണ്ട്. അപ്പോൾ 6 ഒരു പ്രൈം നമ്പർ അല്ല. അടുത്ത 7, 1 × 7 മാത്രമേ 7 കിട്ടുള്ളൂ. 8, 1 × 8 ഉണ്ട്, 4 × 2 ഉണ്ട്, 2 × 4 ഉണ്ട്. അപ്പോൾ 8 ഒരു പ്രൈം നമ്പർ അല്ല. 9, 3 × 3 9 ആണ്, 1 × 9 9 ആണ്. അപ്പോൾ 9 ഒരു പ്രൈം നമ്പർ അല്ല. അടുത്ത 10, 1 × 10 ഉണ്ട്, 5 × 2 ഉണ്ട്, 2 × 5 ഉണ്ട്. അപ്പോൾ 10 പ്രൈം നമ്പർ അല്ല. അടുത്ത 11, 1 × 11 മാത്രമേ 11 ഉള്ളൂ. അങ്ങനെ 1ൻ്റെ മാത്രം മൾട്ടിപ്പിളായിട്ട് വരുന്ന നമ്പറാണ് പ്രൈം നമ്പർ. നമ്മുടെ ചോദ്യം ആദ്യത്തെ 9 പ്രൈം നമ്പേഴ്സിൻ്റെ ശരാശരി ആവറേജ് എത്ര എന്നാണ്. ആദ്യത്തെ 9 പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 പ്രൈം നമ്പർ അല്ല, 1ൽ കൂടുതലുള്ള നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ 2 മുതലാണ് സ്റ്റാർട്ടിങ്. 2 + 3 + 5 + 7 11 + 13 + 17 + 19. സം ബൈ നമ്പർ എത്ര എണ്ണമാണ്? 9 എണ്ണം. ഇതിൻ്റെ എല്ലാം കൂടെ സം 100 കിട്ടും. 100/9. 100/9 എത്രയാ? 11 1/9. 100 / 9. 11 × 9 99, റിമൈൻഡർ 1. അപ്പോൾ 11 1/9 ആണ് ആൻസർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്തും പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സം ബൈ നമ്പർ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. മിക്കവാറും ചോദിക്കുന്ന സെയിം ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ആവറേജ് ഓഫ് ഫസ്റ്റ് 9 പ്രൈം നമ്പേഴ്സ് തന്നെയാണ് മിക്കവാറും ചോദിച്ച് വരാറുള്ളത്. അപ്പോൾ ആൻസർ 11 1/9 എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കാൻ പറ്റിയാൽ അതാണ് എളുപ്പം. അല്ലാതെ എക്സാം ഹാളിൽ ഇനി ഇരുന്ന് പ്രൈം നമ്പേഴ്സ് എഴുതി ആഡ് ചെയ്ത് സമയം ഒരുപാട് പോകും. അപ്പോൾ നോർമലി മിക്കവാറും ഇങ്ങനെ പ്രൈം നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ ചോദിക്കാറുള്ളത് ഫസ്റ്റ് 9 പ്രൈം നമ്പേഴ്സ് തന്നെയാണ്. അത് 11 1/9 ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക.